സീപ്ലെയിൻ യാത്ര ആസ്വദിച്ച് മന്ത്രിമാരും. കൊച്ചി ബോൾഗാട്ടിയിൽ സീപ്ലെയിന്റെ പരീക്ഷണ പറക്കൽ ഫ്ളാഗ് ഓഫ് ചെയ്ത ശേഷമായിരുന്നു മന്ത്രിമാരുടെ ജലവിമാനയാത്ര. വെള്ളത്തിലൂടെയും ആകാശത്തിലൂടെയുമുള്ള പ്ലെയിൻ യാത്ര ഗംഭീരമാണെന്നാണ് യാത്രയ്ക്ക് ശേഷം മന്ത്രിമാരുടെ പ്രതികരണം. യിലേക്കുള്ള പരീക്ഷണ പറക്കലിന് തൊട്ടു മുൻപായിരുന്നു മന്ത്രിമാരുടെ സീപ്ലെയിൻ യാത്ര. വിമാനത്തിൽ കയറിയ മന്ത്രി പി രാജീവും മന്ത്രി മുഹമ്മദ് റിയാസും മന്ത്രി വി ശിവൻകുട്ടിയും യാത്ര പുറപ്പെട്ടതോടെ ആവേശത്തിലായി. കായൽപ്പരപ്പിലൂടെ പതിയെ നീങ്ങിയ വിമാനം പിന്നീട് വെള്ളത്തിലൂടെ കുതിച്ച് മുകളിലേക്ക് ഉയർന്നു. ഇതിനിടെ മന്ത്രി പി രാജീവ് തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ ജലവിമാനയാത്ര തത്സമയം അവതരിപ്പിക്കുന്നുണ്ടായിരുന്നു. എല്ലാവരെയും യോജിപ്പിച്ചുള്ള സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമായിരിക്കുകയാണെന്ന് വിമാനത്തിനകത്ത് വെച്ച് മന്ത്രി റിയാസ് പ്രതികരിച്ചു. ഒരു സ്വപ്ന പദ്ധതിയാണ്, എല്ലാവരും യോജിച്ചുകൊണ്ട് യാഥാർത്ഥ്യമാവുകയാണ്. കേരളത്തിന്റെ എയർപോർട്ടുകൾ, ഡാമുകൾ, കായലുകൾ ഇവയെ ഉപയോഗപ്പെടുത്തി കേരളത്തിന്റെ മുക്കിലും മൂലയിലും പെട്ടെന്ന് എത്താൻ സാധ്യമാകുന്ന സാധാരണ മനുഷ്യർക്ക് കൂടി ഉപയോഗപ്രദമാകുന്ന നിലയിലേക്ക് ഈ പദ്ധതിയെ ജനകീയമാക്കാൻ ഞങ്ങളെല്ലാവരും എല്ലാ ശ്രമവും നടത്തും. സീപ്ലെയിൻ തിരികെ ലാൻഡ് ചെയ്തതോടെ ക്യാപ്റ്റൻ ഉൾപ്പെടെയുള്ളവരെ മന്ത്രിമാർ കൈയടിച്ച് അഭിനന്ദിച്ചു. കൊച്ചിയുടെ ആകാശത്തിൽ 2 റൌണ്ട് ചുറ്റിയ ശേഷമാണ് മന്ത്രിമാരെ വഹിച്ചുള്ള ജലവിമാനം അതിന്റെ യാത്ര അവസാനിപ്പിച്ചത്. കൈരളി ന്യൂസ്, കൊച്ചി. സീപ്ലെയിൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട വനം വകുപ്പിന്റെ വിമർശനങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് എം എം മണി. പദ്ധതി വന്യമൃഗങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കില്ലെന്നും എം എം മണി പറഞ്ഞു. അങ്ങനെ പലതും പറയും, അവര് പറയുന്ന ഒരു കാര്യമില്ല. ഇതിപ്പോ ഇവിടെ വന്ന് ഡാമിൽ ഇറങ്ങി ഇവിടെ വന്നു, നമ്മൾ സ്വീകരണം കൊടുത്തു, തിരിച്ചു പോകും. അതുകൊണ്ട് വന്യമൃഗങ്ങൾക്ക് എന്നാ ശല്യമാണ്. ആനയൊക്കെ ഈ ഡാമിൽ ആന അതിലേ പൊക്കോട്ടുന്നത്. അതല്ല, ആന ഡാമിൽ ഇറങ്ങാനുള്ളതല്ലല്ലോ. ആന വനത്തിലില്ലേ, ഡാമിൽ വെള്ളമല്ലേ, മത്സ്യവും വെള്ളം കുടിക്കാൻ വരുമ്പോഴാണ് പ്രശ്നം. ആകെ വലിയ കുഴപ്പമൊന്നുമില്ലോ. കൂടുതൽ വാർത്തകൾ നോക്കാം ഒരിടവേളയ്ക്ക് ശേഷം.